ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു. വർമ്മ സാർ ഉഷാറായി. ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് ആളിപ്പോ ഇരുമ്പ് പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അത് നന്നായി. മൂപ്പർക്ക് വിഷമാവുമെങ്കിലും ഇനിയിപ്പോ ഉള്ള സത്യം പറയാൻ മടിക്കണ്ട. നമുക്ക് ഇപ്പൊ തന്നെ പറയാം അല്ലേ? എന്ത്? താൻ ആൽഫിയല്ല അപ്പുകുട്ടനാണ് ചന്ദ്രകുഞ്ഞിന്റെ ഭർത്താവല്ലാന്ന്. എനിക്ക് വയ്യ. അതെന്താ? എനിക്ക് വയ്യേ. അതെന്താന്നാ ഞാൻ? എനിക്ക് വയ്യ. അത് തന്നെ. അപ്പൊ എന്താടാ നിന്റെ ഉദ്ദേശം? ഉദ്ദേശം പിന്നെ പറയാം. ഞാനാണ് ആൽഫി, ചന്ദ്രയുടെ ഭർത്താവ്. അത്രയും മനസ്സിലായോ? 14-ാം തീയതി ഞങ്ങൾ രജിസ്റ്റർ കച്ചേരിയിൽ വെച്ച് കല്യാണം കഴിച്ചു. തൽക്കാലം ഇതൊന്നും മാറ്റി പറയാൻ സൗകര്യമില്ല. അത് തന്നെ. നീയല്ലേ പറഞ്ഞ സത്യം പറയാൻ പോവാന്ന്? താനല്ലേ പറഞ്ഞ സത്യം പറയണ്ടെന്ന്? അതപ്പോ. എന്നാ ഇതിപ്പോ. നിന്റെ ഓരോ കളികളെ ബാ നമുക്ക് പോയി പറയാം. താൻ എന്താ കിടക്കുന്നത്? അപ്പൊ നീ പറയില്ല അല്ലേ? ഇല്ല. വേണ്ടടാ, നീ പറയണ്ട. നീ ആൽഫിയല്ല കൂൽഫിയല്ല ഒരു തേങ്ങയല്ല അപ്പുകുട്ടൻ എന്ന് പറഞ്ഞൊരു ഫ്രോഡാണെന്ന് ഞാനിപ്പോ പോയി പറയും. കോട്ടശ്ശേരി തറവാട്ടിലെ ഉപ്പും ചോറും തിന്ന് വളർന്നവനായി ഞാൻ. നിന്നെ പോലൊരു പെരട്ട നാറിയെ അവിടെ കയറി നിരങ്ങാൻ ഞാൻ സമ്മതിക്കില്ലടാ. നീ എന്താ കളിക്കുക? ഞാൻ കാണിച്ചു തരാം. ചവിട്ടി കൂട്ടി ഞാൻ പന്നി. താൻ പറയോ? പറയ മാത്രല്ല ആൾമാറാട്ടത്തിന് നിന്നെ കൊണ്ട് കമ്പി ഇടിക്കണം. നമുക്ക് ഒരുമിച്ച് എണ്ണാം. പോട ചെക്ക, നീ എന്താ എന്നെ വരട്ടെ? ഏയ് അങ്ങനൊന്നുമില്ല. താനല്ലേ പറഞ്ഞത് കോണ്ടസ കാറും കൊണ്ടുവന്നപ്പോ എന്നെ കണ്ടു, ചന്ദ്ര പരിചയപ്പെടുത്തി, ബിയർ അടിച്ചു. താൻ എന്റെ ബന്ധുക്കളെ എവിടെ വെച്ചാ കണ്ടത്? ഡെറാഡൂണിൽ വെച്ചല്ലേ? ഇതൊന്നും ഞാനല്ലല്ലോ, താനല്ലേ അവരോട് പറഞ്ഞത്. എന്നെ ഈ വേഷം കെട്ടിച്ചതും ചന്ദ്രയുടെ ഭർത്താവായിട്ട് അഭിനയിക്കാനും പറഞ്ഞത് താന്. അതിന് താൻ ദിവസവും എനിക്ക് 500 രൂപ കൂലിയായിട്ട് തരുന്നുണ്ട്. കണക്കപ്പിള്ള കുറുപ്പ് സാക്ഷി. എന്നിട്ട് അങ്ങേരത് ഇത് ഏത് കണക്കിൽ എഴുതണമെന്ന് ചോദിച്ചപ്പോ അയാളുടെ അമ്മായിയമ്മയുടെ പ്രസവത്തിന് പലഹാരം വാങ്ങിച്ച കണക്കിൽ എഴുതാൻ താൻ പറഞ്ഞില്ലേ? നീ എന്തൊക്കെയാടാ ഈ പറയണേ? ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല, താൻ മുഴുവൻ കേക്ക്. താൻ എന്നോട് പറഞ്ഞു അവള് തട്ടിപ്പോവും, അത് കഴിഞ്ഞ് താൻ ആ കിളവന് വിഷം കൊടുത്ത് കൊല്ലും, അപ്പൊ ഭർത്താവ് നിലയ്ക്ക് എനിക്ക് ആ സ്വത്ത് കിട്ടും, അപ്പൊ ഞാൻ അതിന്റെ പകുതി തനിക്ക് തരണമെന്ന്. എടാ ദ്രോഹി, നിന്റെ നാക്ക് പുഴുത്തു പോവും. ഞാൻ എപ്പോഴാടാ ഇതൊക്കെ പറഞ്ഞത്? താൻ പറഞ്ഞില്ല, പക്ഷെ ഞാൻ പോയി പറയും താൻ പറഞ്ഞു എന്ന്. എന്നിട്ടിപ്പോ ആ സ്വത്ത് പങ്കുവെക്കുന്ന കാര്യം പറഞ്ഞ് നമ്മൾ തമ്മിൽ പിണങ്ങിയപ്പോ താൻ എന്നെ കള്ളനാക്കി കാണിക്കാൻ ശ്രമിക്കുന്നു എന്ന്. ഇതിനൊക്കെ സാക്ഷികളുണ്ട്, തെളിവുണ്ട്. ഇനി താൻ പോയി പറയണോ ഞാൻ ആ പെണ്ണിന്റെ ഭർത്താവ് ആൽഫിയല്ല അപ്പുകുട്ടനാണെന്ന്? ആ വർമ്മ തന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പും. ആ തടിയന്മാർ തന്നെ ഇടിച്ച് പഴിപ്പിക്കും. എന്നിട്ട് ആൾമാറാട്ട കേസിൽ നമുക്ക് 2 പേർ കൂടെ അകത്ത് കിടന്ന് ഗോതമ്പ് ഉണ്ടാകുന്ന ഇരുമ്പരി എണ്ണി കളിക്കാം. പോയി പറയടോ, പോയി പറയടോ. നമ്മുടെ കോൺഗ്രസ്സാക്കാരെ പോയിട്ട് ബീർ കഴിച്ചില്ലേ? പോയി പറയടോ. എനിക്ക് മുകളിൽ ആകാശവും താഴെ ഭൂമിയാണ്, എനിക്കൊന്നും നോക്കാനില്ല. പോയി പറയടോ, പോയി പറയടോ. ഞാൻ എന്റെ വൈഫിനെ ഒന്ന് കണ്ടിട്ട് വരാം. അതിനിടയ്ക്ക് തനിക്ക് വർമ്മ സാറിനോട് വല്ലതും പറയാനുണ്ടെങ്കിൽ താൻ പറ, ബാക്കി ഞാൻ വന്നിട്ട് പറയാം. കോൺഗ്രസ് സാർ. പ്രിയപ്പെട്ട ഏട്ടന്, ഏട്ടൻ എന്നാ ഇങ്ങോട്ട് വരുന്നത്? ഇവിടുത്തെ കാര്യങ്ങൾ കഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ കാതിലെ കമ്മൽ ഇന്നലെ വിറ്റു. കോടതി ഇന്നലെ വേനൽ അവധിക്ക് അടച്ചു. തുറന്നിട്ടേ വിധി വരൂ. അച്ഛന് ഊണും ഉറക്കവുമില്ല. ചിലപ്പോ ഒറ്റയ്ക്കിരുന്ന് കരയുന്നത് കാണാം. എന്നും ചേട്ടൻ എപ്പോഴാ വരുന്നതെന്ന് ചോദിക്കും. ഒരു സമാധാനത്തിനെങ്കിലും ഒരു എഴുത്ത് അച്ഛൻ എഴുതണം. ടെസ്റ്റെല്ലാം കഴിഞ്ഞോ? എല്ലാം കഴിഞ്ഞു. ചന്ദ്ര പൂർണ്ണ ആരോഗ്യതയാ. പക്ഷേ ന്യൂറോളജിസ്റ്റ് സ്വല്പം കൺഫ്യൂഷനിൽ. അതാ ഞാൻ ഇവരോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ചന്ദ്രയുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം വിരൽത്തുമ്പെങ്കിലും ചെറുതായിട്ടൊന്ന് അനങ്ങിയാൽ മതി. പിന്നെ ആ കുട്ടിയെ എങ്ങനെ രക്ഷിക്കണമെന്ന് ഞങ്ങൾക്കറിയാം. അതുവരെ ഒരു പെർഫെക്റ്റ് ഡയഗ്നോസിസ് പ്രയാസമാണ്. ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് സ്നേഹവും പ്രതീക്ഷയും ധൈര്യവും കൊടുക്കുക. അത് ഹസ്ബൻഡിന്റെ കടമ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. തന്നോടൊരു കാര്യം പറയാൻ മറന്നു. ലേഖയുടെ ഫോൺ ഉണ്ടായിരുന്നു, അവള് വരുന്നു. ആൽഫിയെ അന്വേഷിച്ചു. ആര്? കുട്ടിയുടെ മോള്. നിങ്ങൾ തമ്മിൽ നേരത്തെ പഠിച്ചോളൂ. പിന്നെ അവളല്ലായിരുന്നു ഇവരുടെ കല്യാണത്തിന് സപ്പോർട്ട്. ഞാൻ മോളെ കണ്ടിട്ടില്ല. പുത്തൻകുരിശ്. പുത്തൻകുരിശ് എന്ന് പറഞ്ഞാൽ എറണാകുളത്തിനടുത്തുള്ള. താനൊരു കാര്യം ചെയ്യും, ഫോണിൽ കൂടെ അനുവാദം കൊടുത്തിട്ട് അവിടെ നിന്ന് വിമാനത്തിൽ കയറി എങ്ങോട്ടെങ്കിലും പോകാൻ പറയണോ. ഞാൻ പറഞ്ഞാലും അവൾ ഇവിടെ വന്ന എല്ലാവരോടും യാത്ര ചോദിച്ചിട്ടേ
ഓരോന്ന് കേറി വന്നോളൂ. എടോ, ഈ പിശാച് കുൽഫിയെ കണ്ടിട്ടുണ്ടോ? അവളും ചന്ദ്രയും തമ്മിൽ അടയും ചക്കരയും പോലെയാ. അട ചക്കരയോട് പറഞ്ഞിട്ടുള്ള അറിവേ ഉള്ളോ അതോ അട നേരിട്ട് ആൽഫിയെ കണ്ടിട്ടുണ്ടോന്ന്? എനിക്കറിയില്ല. ഇടോ, നമ്മളിപ്പോ എന്ത് ചെയ്യും? എനിക്ക് അറിഞ്ഞൂടാ. ഇടോ, എന്തെങ്കിലും ഒന്ന് പറയടോ. ഇടോ, എന്തെങ്കിലും ഒന്ന് പറയടോ. ഭാരത മാതാക്കി ജയ്. അതും ഇതുമായിട്ട് എന്താ ബന്ധം? താനല്ലേ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് പറയാൻ. ഓ, അത് ശരി. അപ്പൊ അവള് വരട്ടെ, അവൾ എന്നെ കാണട്ടെ. ഞാൻ ആൽഫി അല്ലെന്ന് അവള് പറയട്ടെ. അപ്പൊ നമുക്ക് രണ്ടുപേർ കൂടെ ജയിലിൽ കിടന്ന് ഭാരത മാതാക്കി ജയ്, ഭാരത മാതാക്കി ജയ് എന്ന് വെറുതെ എല്ലാ കയ്യങ്കാലും. ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. കുറച്ച് വിഷം മേടിച്ചത് എന്റെ പോക്കറ്റിലുണ്ട്. തീരെ നിവൃത്തിയില്ലാതെ വന്നാൽ ഞാൻ അത് തന്നെ തിന്നും. താൻ തന്നെ തിന്നാൻ വരട്ടടോ. ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. വരട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം. തന്റെ മോൾ ആളെങ്ങനാടോ? എന്താ സയൻസ്? എടോ, അവളുടെ സ്വഭാവ വിശേഷ സവിശേഷ ഗുണഗണങ്ങൾ എങ്ങനെയാണ്, എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാനാണ്. ആ, അത് വേണമെങ്കിൽ പറഞ്ഞു തരാം. പപ്പയുടെ മിഠായി കുട്ടി വന്നാ എങ്ങനെ മനസ്സിലായി? പോടി കാന്താരി അവിടുന്ന്. വലിയ ഡോക്ടറായി പോലും. വേറെ ആരെങ്കിലും എന്നെ വന്ന് ഇത്ര ധൈര്യമായിട്ട് പിടിക്കുക? പിന്നെ ഒരാളുള്ളത് കിടന്നു പോയില്ലേ? പാപ്പാ, ടേക്ക് ഇറ്റ് ഈസി. ഷീ ഈസ് ഗോയിങ് ടു ബി ഫൈൻ. പഴയ പോലെ ചന്ദ്ര പപ്പയുടെ മുമ്പിൽ കിടന്ന് തുള്ളിച്ചാടുന്നത് ഞാൻ കാണിച്ചു തരാം. പ്രോമിസ്. ഓക്കെ, ഐ ബിലീവ് യു. നീ വരുന്നോ? ഞാൻ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടുക. അച്ഛനെവിടെ പപ്പ? ഈ രവി ചന്ദ്രയുടെ അടുത്ത് തന്നെ ആയപ്പോഴും അവനൊരുമാതിരി ഭ്രാന്ത് പിടിച്ച പോലെയാ. ഊണുമില്ല, ഉറക്കവുമില്ല. എന്നേക്കാ കൂടുതൽ വേവലാതിയാ അവന്. ചന്ദ്രയുടെ ഭർത്താവും അങ്ങനെ തന്നെയാണ് കേട്ടോ. 5 minutes. ഒരു ക്വിക്ക് വാഷ് ആൻഡ് ചേഞ്ച്. പപ്പ റെഡി ആകുമ്പോഴേക്കും ഞാനും റെഡി. ഓക്കെ. ദിസ് ഇസ് നത്തിങ്. ഷീ ഈസ് എക്സലന്റ്. ഞാനും ഒരു പൊടി ഡോക്ടറല്ലേ, എനിക്കറിയില്ലേ. ഞാൻ ഇവിടുന്ന് പോവും മുമ്പ് ചന്ദ്ര നടന്നിരിക്കും. പിന്നെ ഞങ്ങളൊക്കെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യം വേണം കേട്ടോ. എവിടെ എന്റെ ബ്രദർ ഇൻ ലോ ആൽഫി ദ ഗ്രേറ്റ്? മോളെ, നീ അവനെ കണ്ടിട്ടുണ്ടാ? എനിക്കറിയില്ലേ എങ്ങനെയാളെന്ന്. അതെങ്ങനെ? ഞങ്ങള് തമ്മില് കൊറേ കിന്നാരം പറഞ്ഞിട്ടുള്ളതല്ലേ ഫോണില്. അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ മാത്രമേ അവനെ നേരിൽ കണ്ടിട്ടുള്ളൂ അല്ലേ? അച്ഛനെപ്പോ കണ്ടു? ചന്ദ്രയുടെ കോണ്ടസാക്കാരുമായി വന്നപ്പോ അവര് തമ്മിൽ പരിചയപ്പെട്ടു അത്രേ. എന്നിട്ട് ഈ കളൻ അക്കാര്യം പറഞ്ഞത് ഇപ്പഴാ. ആളെവിടെ? രാവിലെ വന്നതാ. ഡോക്ടറെ കാണണമെന്ന് പറയണത് കേട്ടു. ഞാൻ പോയി നോക്കട്ടെ. എന്റെ അമ്മേ, തൽക്കാലം രക്ഷപ്പെട്ടു. അവളെ ആളെ കണ്ടിട്ടില്ല. ബാക്കി ഞാൻ നോക്കിക്കോളാം. താനൊന്ന് നിന്ന് തന്നാ മതി. വാടോ, നിന്ന് തന്നാ മതി. ആ, എത്തില്ലോ. ഇതാണ് ഞങ്ങളുടെ മോള്. ഇത് ഓ പറഞ്ഞ പോലെ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഹലോ, ഹൗ ആർ യു? ഫൈൻ. ശബ്ദം ഇതെന്ത് പറ്റി? എന്ത് പറ്റി? ഫോണിൽ കേട്ടതുപോലെ അല്ലല്ലോ. അതെ അല്ലേ? പലരും പറയുന്നുണ്ട് എന്റെ ശബ്ദം അല്പം മാറിയിട്ടുണ്ടെന്ന്. ഈ ഒരു സൈനസ് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ശരി. അതെ, മെലിഞ്ഞ ആളാണെന്ന് പറഞ്ഞിട്ട് ആര് പറഞ്ഞു? ചന്ദ്ര മെലിഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പൊ ടെൻഷൻ കാരണം വണ്ണം വെച്ചു. ഇനി മെലിഞ്ഞോളൂ, ഇനി മെലിഞ്ഞോളൂ അല്ലേ? ചന്ദ്ര പറഞ്ഞു കേട്ടപ്പം ഞാൻ വിചാരിച്ചു നല്ല ഹൈറ്റുള്ള ആളാവുന്നു. ഹൈറ്റ് ഉണ്ടായിരുന്നു. ഓ, ടെൻഷൻ കാരണം കുറഞ്ഞു പോയതായിരിക്കും അല്ലേ? ലേഹ വളരെ ജോളിയാണല്ലോ. പിന്നെ എന്തൊക്കെ പറഞ്ഞു ചന്ദ്ര? പറഞ്ഞു കേക്കട്ടെ കേക്കട്ടെ. നീണ്ട മുടിയാണ് ആൽഫിക്കുന്നാണല്ലോ ചന്ദ്ര പറഞ്ഞത്. മുടി നമ്മുടെ ഇഷ്ടത്തിന് നീട്ടുകയോ കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാലോ. ഇനി ഒന്നും ചോദിക്കണ്ട. ഒരു മിനിറ്റ്. എന്തൊക്കെ പുളുവാ ചന്ദ്ര ഈ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? ഞാൻ ഇവളോട് പറഞ്ഞതാണ് ഇങ്ങനെ ഒന്നും പറയണ്ടെന്ന്. അപ്പൊ ഇവള് പറയാണ് അവൾ ഈ വരട്ടെ, അവളെ പറ്റിക്കാം, നമ്മളെ കാണുമ്പോ അവള് അന്നം വിട്ടു പോകണം. നീ പറഞ്ഞ പോലെ എന്നെ സംഭവിച്ചു. മരമണ്ടി കുറെ പൊക്കമുണ്ടെന്നല്ലാതെ യാതൊരു ബുദ്ധിയില്ല. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്?
എനിക്ക് വയറുവേദന. ചിരിച്ച് ചിരിച്ച് വയറുവേദന. ഞാനിവിടെ നിൽക്കും. ഞാൻ പോയിട്ട് ഇന്നലെ ഒരു തമാശ ഞാൻ കേട്ടു. ഇവളുടെ ജാതകം എഴുതിയിട്ടുണ്ടോ? തന്റെ അവസാനം ഇവള് കാരണമാണെന്ന് അത് എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ടാവും. താനെടുത്ത് വെച്ചൊന്ന് വായിച്ചു നോക്ക്. എന്തിനാണോ ഇങ്ങനെയുള്ളതിനൊക്കെ ഉണ്ടാക്കുന്നത്? ലേഖയുടെ ഒരു സ്വപ്നമല്ലേ ഇരവി മാമൻ സമ്മതിക്കും. വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടാ ഞാൻ വന്നിരിക്കുന്നേ. അച്ഛൻ വേണ്ടാന്ന് പറഞ്ഞ ഞാൻ പിന്നെ പപ്പയോട് മിണ്ടൂല. ഈ പെണങ്ങണ്ട, ഇരവിയോട് ഞാൻ സംസാരിക്കാം. ഈ നടപ്പ് ഏതായാലും കൊള്ളാം. കൊറേ നാളായല്ലോ വർമ്മ സാറിന്റെ ദേഹമൊക്കെ ഒന്ന് അനങ്ങിയിട്ട്. തന്നോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? ലേഖയുടെ കാര്യമാ. അവള് പുറത്തു പോയി പഠിക്കണ കാര്യമാണെങ്കിൽ പറയണ്ട. അതെന്താ? എന്റെ ഡോക്ടർ സാറേ, ഈ സായിപ്പ്മാരെന്ന് പറഞ്ഞ ഒരു സംസ്കാരമില്ലാത്ത ആൾക്കാരാ. ചുമ്മാ ഹലോ എന്ന് പറഞ്ഞാ അപ്പൊ പിടിച്ച് ഉമ്മ വെക്കും. അങ്ങനെ ഇപ്പൊ എന്റെ മോളെ കണ്ണി കണ്ട സായിപ്പ്മാര് ഉമ്മ വെക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. തന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞത്? ഇന്നാളെ ഏതോ ഒരു രാജ്യത്തെ പെൺ പ്രധാനമന്ത്രി വേറെ ഏതോ ഒരു രാജ്യത്തെ ആൺ പ്രധാനമന്ത്രി കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ. വൃത്തികെട്ടവന്മാര് വെറുതെ കണ്ട അപ്പൊ ഉമ്മ വെച്ച് കളിക്കുക. എനിക്ക് പേടി ഇത് ഇന്ത്യയിലും അങ്ങനെ വരൂ. വന്നാ ഞാൻ സമ്മതിക്കൂല. ഏടോ, നമുക്കിഷ്ടമില്ലെങ്കിൽ ഒരു രാജ്യത്തും ആരും നമ്മളെ പിടിച്ച് ഉമ്മ നോക്കാൻ പോണില്ല. എന്റെ പെങ്ങൾ അമ്മുക്കുട്ടി അമേരിക്കയിലല്ലേ? അവളെ ആരെങ്കിലും പിടിച്ച് ഉമ്മ വെച്ചായിട്ട് എനിക്കറിയാവോ? അതേടോ ഇരവി, വളരെ മിടുക്കരായിട്ടുള്ള 1-2 പേർക്ക് മാത്രം കിട്ടുന്ന സ്കോളർഷിപ്പായത്. അത് അവക്ക് കിട്ടിയതിൽ നമ്മൾ സന്തോഷിക്കണം. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. തന്റെ മാത്രമല്ല, എന്റെ മോളെ അവള് നമ്മളായിട്ട് എതിർക്കാൻ പാടില്ല. എല്ലാവരും കൂടെ തീരുമാനിച്ചാ പിന്നെ ഞാൻ ഒപ്പിട്ടല്ലേ പറ്റൂ. മതിയല്ലോ. ഉമ്മ വെക്കുന്നതായി ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാരും അറിയിക്കാനുണ്ട്. ചന്ദ്ര കിടപ്പിലായതിനു ശേഷം ഓഫീസിലെ കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലാണെന്ന് മാനേജർ പറഞ്ഞു. ഉത്തരവാദിത്തമുള്ള ആരെങ്കിലും മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്ത് വേണം. ആൽഫി ഇനിയിപ്പോ അന്യനല്ലല്ലോ. അതുകൊണ്ട് അയാളെ മാനേജിംഗ് ഡയറക്ടർ ആക്കാൻ ഞാൻ തീരുമാനിച്ചു. വേറെ ആരെയുമല്ല, എന്റെ മകളുടെ ഭർത്താവിനെ തന്നെയാണ് ഞാൻ ബിസിനസ് കാര്യങ്ങൾ വിശ്വസിച്ചേൽപ്പിക്കുന്നത്. വേറെ ആരെയാ ഞാൻ വിശ്വസിക്കേണ്ടത്? ഇതിത്തിരി കടന്ന കൈയായി പോയി. എന്ത്? എവിടെന്ന് വന്ന് കയറിനെ പിടിച്ച് ബിസിനസ് അല്ലേ ഏൽപ്പിച്ചത്? മറ്റാരും അല്ലല്ലോ, ചന്ദ്രയുടെ ഭർത്താവല്ലേ എന്ന് പറയുന്നല്ലേ ഉള്ളൂ, തെളിവൊന്നുമില്ലല്ലോ. ഇരവി കണ്ടതല്ലേ? ഇരവിയും കുഴവയും അമ്മിക്കല്ലും ചേർന്ന് കുടുംബം തല്ലിച്ചതക്കായിരുന്ന മതിയായിരുന്നു. ഓഫീസിലിരുന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ അധികാരം കൊടുത്തു എന്നല്ലാതെ സ്വത്തൊന്നും എഴുതി കൊടുത്തില്ലല്ലോ. ഇതെങ്ങാനും ചത്തുപോയാ ഉള്ളതെല്ലാം വാരിക്കൊണ്ട് അവൻ പോവും. വെറുതെ അതും ഇതും പറയാതെ അവളെല്ലാം കണ്ടോണ്ടും കേട്ടോണ്ടും കിടക്കുക. ചന്ദ്ര കേക്കട്ടെ, ഉള്ളതല്ലേ പറയുന്നത്. എനിക്ക് അവനെ കണ്ടിട്ട് തീരെ പിടിക്കുന്നില്ല. നിന്റെ പോലീസ് കണ്ണ, അതിന്റെ കുഴപ്പാ. ഒന്ന് ഞാൻ പറയാം, കാര്യങ്ങൾക്കെല്ലാം വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടാകാതെ നമ്മൾ ആരും ഇവിടുന്ന് പോകുന്നില്ല. വിരലടയാളം മതിയോ? കയ്യൊപ്പ് വേണ്ടേ? ഇടോ, കൈകൊണ്ട് ഒപ്പിടാൻ വയ്യാത്തത് കൊണ്ടാണ് വിരലടയാളം എടുത്തത്. ആൽഫിയെ മാനേജിംഗ് ഡയറക്ടറായി അപ്പോയിന്റ് ചെയ്തിട്ടുള്ള അവളുടെ ഓർഡറാണിത്. ഇത് ഇന്ന് തന്നെ ഓഫീസിൽ കൊടുക്കണം. കോപ്പി എടുത്ത് എല്ലാ ബാങ്കുകൾക്കും അയച്ചു കൊടുക്കണം. പിടിക്കേ. ഇരവിക്കെന്താ ഒരു അഭിപ്രായ വ്യത്യാസമുള്ളത് പോലെ? ഇനി ഞാനൊരു സത്യം തുറന്നു പറയട്ടെ. ഈ തീരുമാനം എന്താ? അപ്പൊ നാളെ തന്നെ ആൽഫി ഓഫീസ് ജോയിൻ ചെയ്യണം. നാളെ പിന്നെ എതിർത്തൊന്നും പറയരുത്. നിങ്ങളുടെ കാര്യത്തിൽ ആദ്യമായിട്ട് ഞാൻ എടുക്കുന്ന തീരുമാനമാണിത്. ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞേക്കാം ഓഫീസിലേക്ക്. എന്റെ പേഴ്സ് എടുക്കാൻ മറന്നുപോയി. എനിക്കൊരു 1000 റുപ്പീസ് വേണമല്ലോ. അത് നീ നിന്റെ വീട്ടിൽ പോയി എടുത്താൽ മതി. കോണ്ടസയുടെ കീ എടുക്കാൻ ഞാൻ മറന്നു. കോണ്ടസയുടെ കീ എടുക്കാൻ ഞാൻ മറന്നുപോയി. എന്താടാ മരപ്പട്ടി നോക്കി നിൽക്കണേ? 1000 രൂപ എടുത്ത് ഇയാളുടെ അണ്ണാക്കി തിരികെ. അല്ല, ഇതിപ്പോ ഏത് കണക്കിലെഴുതുന്നത്? എന്റെ അമ്മൂമ്മയുടെ 16 അടിയന്തരം നടത്തിന്നുള്ള കണക്കിലങ്ങടെ എഴുതിയാ മതി. എനിക്ക് വയ്യ, ഞാൻ മരിക്കാൻ പോവാ. അല്ല, ഈ കോണ്ടസ എന്ന് പറഞ്ഞ കാറല്ല? കാറല്ലടാ. സൈലൻസ് പ്ലീസ്. അങ്ങനെ ഒരു കാർ ഉണ്ട്. ഒരു 500 റുപ്പീസ് കൊടുങ്ങി. അപ്പൊ 1500. കണക്കെല്ലാം കണക്ക് പോലെ ഇരിക്കണം. ഹലോ, മാനേജരല്ലേ? ഞാൻ വർമ്മയാണ്. നാളെ എന്റെ മരുമകൻ MD ആയിട്ട് ചാർജ് എടുക്കാൻ വരുന്നുണ്ട്. ആൽഫ്രഡ് ഫെർണാണ്ടസ് എന്നാണ് പേര്. ആൽഫി എന്ന് വിളിക്കും. അയാൾക്ക് ബിസിനസ് വലിയ പരിചയമുള്ള ആളല്ല. എല്ലാം വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണം. യു മസ്റ്റ് ട്രീറ്റ് ഹിം വെൽ. ആളറിയോ?
എനിക്കറിയില്ല. ആൽഫ്രഡ് ഫെർണാണ്ടസ് എന്നാണ് പേര്. ആൽഫിന്ന് വിളിക്കും. 10:30 എത്തുന്നാണല്ലോ മുതലാളി പറഞ്ഞത്.